ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ലോക്സഭാ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CUT UG പരീക്ഷ തീയതി മാറുമോ? നേരത്തെ തന്നെ CUT UGയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷൻസ് വരാൻ വേണ്ടി പോവാണ്, ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻ, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂളുകൾ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CUT UG പരീക്ഷ തീയതി മാറുമോ എന്നുള്ളതിന് ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം UGC ചെയർമാൻ പറയുന്നത് പ്രകാരം ദർ ഈസ് നോ ചേഞ്ച് ഇൻ CUT UG ഷെഡ്യൂൾ എന്നാണ് ജഗദേഷ് കുമാർ പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: UGC പറയുന്ന CUT UG വിൽ ബി ഹെൽഡ് ആസ് പെർ ദ ഷെഡ്യൂൾ അനൗൺസ്ഡ് ഏർലിയർ. There were reports earlier that the CUT UG schedule will be changed after the announcement of Lok Sabha dates. However, the entrance examination will take place between May 15th and May 31. അതായത് എക്സ് വഴി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 15 മുതൽ 31 വരെ ആയിരുന്നു എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ ഇലക്ഷൻ വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ എക്സാമിനേഷൻ നടത്തുന്നതുകൊണ്ട് എക്സാമിനേഷൻ സെൻറ്ററുകൾ അവൈലബിലിറ്റി എത്ര വർഷങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് എക്സാമിനേഷൻ ഷെഡ്യൂൾ മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലും ഈ പറഞ്ഞ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ പറയുന്ന പോലെ കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷനൊക്കെ മിക്കവാറും അത് കഴിഞ്ഞതിന് ശേഷം മെയ് കഴിഞ്ഞ ശേഷമായിരിക്കും നടക്കുക. നീറ്റ് എക്സാമിനേഷൻ നടക്കാനുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം ലൈൻ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മിസ്റ്റർ കുമാർ, ജഗദേഷ് കുമാർ told news agency Press Trust of India that the exact days for each entrance examination will be announced after once the application process is complete. നിലവിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റുകൾ, എക്സാക്ട് ഡേറ്റുകൾ പറയാൻ വേണ്ടി പറ്റും എന്നതാണ്. അപ്പോൾ എലക്ഷൻ ഡേറ്റ് ഈ പറയുന്ന സ്വഭാവത്തിൽ മെയ് 20-25 തീയതികളിൽ ഇലക്ഷൻ ഡേറ്റ് ഓവർലാപ്പ് ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം പുതിയ എക്സാം ഡേറ്റ് ഷീറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിവൈസ്ഡ് ഡേറ്റ് ഷീറ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോളോയിങ് ദ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോഷർ ആസ് March 26 ഈസ് ദ ഡെഡ് ലൈൻ ഫോർ കംപ്ലീറ്റിംഗ് ദ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പം CUT അപേക്ഷിക്കാനുള്ള സമയം March 26 അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഡേറ്റ് ആണ്, ഒരു പക്ഷേ ചില എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കാം, എന്നാലും March 26 ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഡേറ്റ്. അതുകൊണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് ദ ലൊക്കേഷൻസ് അറൗണ്ട് ദ നാഷണൽ വിൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ പ്രിപ്പയർ ചെയ്ത ഡേറ്റ് ഷീറ്റ്. അത് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യും. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സാമിനേഷൻ, കൂടുതൽ റിക്വസ്റ്റ് വരുന്ന സബ്ജക്റ്റിന് ഒരുപക്ഷെ പേപ്പർ എക്സാമിനേഷൻ, OMR എക്സാമിനേഷൻ നടത്താനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ CUT എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആസ് പെർ ടൈം ലൈൻ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം CUT UG എക്സാമിനേഷൻ ഷെഡ്യൂൾ മാറ്റുന്നില്ല എന്നുള്ളത് UGC ചെയർമാനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. UGC ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ CUT UGയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒട്ടും സമയം കളയാനില്ല. എക്സാമിനേഷൻ ചേഞ്ച് ഇല്ല, ഡേറ്റിന് ചേഞ്ച് ഒന്നുമില്ല, മെയിൽ തന്നെ എക്സാമിനേഷൻ നടക്കും. അതുകൊണ്ട് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. മാർച്ച് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. ഏപ്രിൽ മാസവും മെയ് പകുതി വരെ ഉണ്ടാവും. മെയ് 15 മുതൽ 31 വരെ ഈ CUT UG എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും. സോ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും വിശദാംശങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.